യൂറി നടന്ന് നടന്ന് രാജാവിന്റെ വൈഫിന് മുമ്പിലൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഏതോ ഒരു ജീവിയുടെ ഒക്കെ സ്മെൽ അവൾക്ക് വരുന്നുണ്ട്. ഇതൊരു പക്ഷേ വെള്ളത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രേതത്തിന്റെ ആയിരിക്കുമോ എന്നൊക്കെ അവള് സംശയിച്ചു നിൽക്കുന്നു. അതേസമയം ആദ്യമായിട്ടായിരുന്നു യൂറിനെ രാജാവിന്റെ വൈഫ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ആരാണെന്നൊക്കെ യൂറിയുടെ അടുത്തും രാജാവിന്റെ വൈഫ് ചോദിക്കുന്നു. രാജാവിന് കണ്ണട പണിത് കൊടുക്കുവാനായിട്ട് എത്തിയ ആളാണ് താനെന്നൊക്കെ യൂറി പറയുന്നുണ്ടെങ്കിൽ പോലും രാജാവിന്റെ വൈഫിന്റെ അടുത്ത് ജോലിക്കാരെയും യൂൺകാപ്പ് ആയിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അറിയിക്കുന്നു. യൂൺകാപ്പ് കൂട്ടിക്കൊണ്ട് വന്ന ആളായതുകൊണ്ട് തന്നെ യൂറിനെ വെറുതെ വിടുകയാണ് രാജാവിന്റെ വൈഫും. കൂടാതെ ജോലിക്കാരെയും യൂൺകാപ്പ് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവളെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതേസമയം യൂൺകാപ്പിന് ബോധമൊക്കെ വന്നതല്ലേ, അതുകൊണ്ട് തന്നെ അവനായിട്ട് തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയട്ടെ എന്ന രീതിക്കായിരുന്നു രാജാവിന്റെ വൈഫ് നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും യൂറി നടന്നു വരുന്ന സമയത്താണ് ഒന്ന് രണ്ട് ജോലിക്കാര് യൂൺകാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നത്. അവന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും അവന് വട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ റൂഫിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുവാനായിട്ടും കത്തിവെച്ച് സ്വയം കുത്തുവാനായിട്ടും ഒക്കെ ശ്രമിക്കുമോ എന്ന് അവരും പറയുകയാണ്. ഇപ്പോൾ ഗംഗ്ചോരിനെ കാണിക്കുമ്പോഴത്തേക്കും ഗംഗ്ചോരിയും റൂഫിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗംഗ്ചോരി ഉള്ളത് യുൺകാപ്പിന്റെ ബോഡിയിലൊക്കെ ആണല്ലോ. പക്ഷേ ആ ഒരു ബോഡിയിൽ നിന്നും യൂറിയുടെ ബോഡിയിലേക്ക് കയറുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യൂൺകാപ്പ് മരിക്കുകയാണെങ്കിൽ യൂറിയുടെ ബോഡിയിൽ കയറുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത്. മൂന്ന് തവണയോളം അവൻ ചാടിയിട്ടുണ്ടായിരുന്നെങ്കിലും നാലാമത്തെ തവണ ചാടുവാനായിട്ട് നിൽക്കുന്ന സമയത്താണ് കുറച്ച് ജോലിക്കാർ അവിടേക്കും എത്തുന്നത്. അടുത്തതായിട്ട് യോൺകാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവനെ അന്വേഷിച്ചുകൊണ്ട് യൂറിയും എത്തുന്നു. പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ഒരു ജോലിക്കാരിയുടെ അടുത്ത് യൂൺകാപ്പിന്റെ അമ്മ സംസാരിക്കുന്നതൊക്കെയാണ് അവളും കാണുന്നത്. യൂൺകാപ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും മൂന്നാല് തവണ റൂഫിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണത് വഴി അവിടുത്തെ ഒരുപാട് ഓടുകളൊക്കെ പൊട്ടിയെന്നുമുള്ള രീതിക്കാണ് ആ സ്ത്രീയും സംസാരിക്കുന്നത്. പക്ഷെ അമ്മയ്ക്കും എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ജോലിക്കാരി വീണ്ടും വീണ്ടും അമ്മേനെ യൂൺകാപ്പിനെയും കുറ്റം പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന യൂറിയും കുറച്ച് പണമൊക്കെ എടുത്തിട്ട് റൂഫ് ശരിയാക്കുവാനായിട്ട് ഇത് പോരെ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ എവിടേക്കാണ് യൂൺകാപ്പിനെ കൂട്ടിക്കൊണ്ട് പോയതെന്നും അന്വേഷിക്കുന്നു. ഗംജോരി വളരെ കാര്യമായിട്ട് ഒരിടത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പക്ഷെ അവൻ ആ കഴിക്കുന്ന അളവൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവരുടെ കയ്യിൽ അത്രത്തോളം പണമില്ല എന്നൊക്കെ മനസ്സിലാകുന്നത്. സോ അവര് നൈസായിട്ട് അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് യൂറി അമ്മേനെ വിളിച്ചുകൊണ്ട് അവിടേക്കും എത്തുന്നത്. യൂറിനെ കണ്ടിട്ട് ഗംജോരി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പോലും അമ്മേനെ കാണുമ്പോഴത്തേക്കും അതാരാണെന്ന് മനസ്സിലാക്കാതൊക്കെ അവന് നിൽക്കുന്നു. ഗംജോരിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ട് തന്നെ ഗംജോരിയും അമ്മേനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു അത് യൂൺകാപ്പിന്റെ അമ്മയാണെന്നുള്ള സത്യം അവനും മനസ്സിലാക്കുന്നത്. ഇത്രയേറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും ഇപ്പോഴും യൂൺകാപ്പിനെ ജീവനോട് കിട്ടിയല്ലോ, ആ ഒരു സന്തോഷത്തിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നതും. വീട്ടിലെത്തുന്ന ഗംഗ്ചോരി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. യൂറിക്ക് വേണ്ടി ഓരോ റൂമൊക്കെ ഒരുക്കുക ആയിരുന്നു യൂൺകാപ്പിന്റെ അമ്മയും. അങ്ങനെ ഇരിക്കെ യൂറിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ അവൾ വളരെ നല്ലൊരു നിലയ്ക്കൊക്കെ എത്തിയതിൽ ഒരുപാട് അഭിമാനമുണ്ടെന്നൊക്കെ അമ്മ അറിയിക്കുന്നു. അത് കൂടാതെ പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ച് കൂടി അമ്മ പറയുകയാണ്. അതായത് യൂൺകാപ്പിന് ഒരു വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് യൂൺകാപ്പിനെയും കൂട്ടിക്കൊണ്ട് യൂറിയുടെ മുത്തശ്ശിനെ കാണുവാനായിട്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഈ ഒരു കുട്ടി 30 വയസ്സിന് മുകളിലേക്ക് ജീവിക്കുകയില്ല എന്നൊരു കാര്യം മുത്തശ്ശിയും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിന് പ്രതിവിധി എന്ന രീതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടും മുത്തശ്ശി പറഞ്ഞു. അതെല്ലാം തന്നെ അമ്മ ചെയ്തും കൊടുത്തു. എങ്കിൽ പോലും ഇപ്പോൾ യൂൺകാപ്പിനുണ്ടായ അപകടമൊക്കെ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അവൻ മരിക്കുവാനായിട്ട് കാരണമാകുന്നതായിരുന്നു. പക്ഷെ നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എന്റെ മകൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയുണ്ടെന്നുള്ള രീതിക്ക് അമ്മയും യൂറിയുടെ അടുത്ത് സംസാരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിലുള്ള യൂൺകാപ്പ് മരിച്ചുപോയെന്നും ഇപ്പോൾ നിലവിലുള്ളത് ഗംഗ്ചോരി ആണെന്നുമുള്ള കാര്യം യൂറിയും പുറത്തു പറയാതിരിക്കുന്നു. കുറെ നേരത്തെ ഉറക്കത്തിന് ശേഷം ഗംഗ്ചോരി എണീക്കുമ്പോഴത്തേക്കും ഗംഗ്ചോരിയുടെ അടുത്തായിട്ട് തന്നെ അമ്മ കിടന്നുറങ്ങുന്ന കാഴ്ചയ്ക്കായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രല്ല ഇപ്പോൾ യൂറിനെ കാണിക്കുമ്പോഴത്തേക്കും യൂൺകാപ്പ് മരണപ്പെട്ടു പോയല്ലോ, അതുകൊണ്ട് തന്നെ മരണശേഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു അവളും. അവൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അവളെ ഒരുപാട് ഉപദ്രവിച്ചപ്പോഴത്തേക്കും യൂൺകാപ്പ് ആയിരുന്നു അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും അതെല്ലാം തന്നെ നാട്ടുകാര് അവൾ കാരണമാണ് ഉണ്ടായതെന്നൊക്കെയാണല്ലോ പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ പോലും ഇവൾ കാരണം ഉണ്ടായെന്നൊക്കെ പറയുന്നത് നിങ്ങൾ നിർത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്തൊക്കെ അന്ന് യൂൺകാപ്പ് സംസാരിച്ചതിനെ കുറിച്ചും അവൾ ഓർക്കുന്നു. ഞാനും അമ്മയും കൂടെ ഈ ഒരു നാട്ടിൽ നിന്നും പോവുകയാണ്. നീ ഒരു കാര്യം ചെയ്യുക, നീയും ഞങ്ങളുടെ കൂടെ വാ. അല്ലാതെ ഈ നാട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇവർ നിന്നെ വീണ്ടും ഉപദ്രവിക്കുന്നതായിരിക്കുമെന്നുള്ള രീതിക്ക് യൂൺകാപ്പ് അവളുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും
അവളെങ്ങാനും അവന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഗംഗച്ചോരി വീണ്ടും അവനെ ഉപദ്രവിച്ചാലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവളുടെ ഉള്ളിലും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അന്ന് അവന്റെ കൂടെ പോകാതിരുന്നിട്ടുണ്ടായിരുന്ന അവളും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം യൂൺകാപ്പ് വന്നപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷിച്ച് അവന്റെ കൂടെ പോകാമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യൂറിയും യൂൺകാപ്പ് മരിച്ചിട്ട് 49 ദിവസമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ആത്മാവ് ഇവിടെ എവിടെയെങ്കിലും ചുറ്റി നടപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവനെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ സ്വയം ഓർക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഗംഗ്ചോരിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും നിന്റെ ഒപ്പം കൊട്ടാരത്തിലൊക്കെ വന്നതല്ലേ, അങ്ങോട്ടുള്ള വഴിക്കോ അല്ലെങ്കിൽ അവിടെ വെച്ചോ ഞാൻ ഒരിക്കൽ പോലും യൂൺകാപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഈ പരിസരത്തൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു ഗംഗ്ചോരിയും. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നീ കേൾക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ദൈവമായിട്ട് അങ്ങ് കാണ്. അപ്പോൾ എല്ലാ പ്രശ്നവും സോൾവ് ആകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്തൊക്കെ അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കൊരു സത്യം മനസ്സിലായി. ഈ ഒരു ബോഡിയിൽ നിന്നും നിനക്ക് പുറത്ത് കിടക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ റൂഫിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുവാനായിട്ടും സ്വയം ആത്മഹത്യ ചെയ്യുവാനായിട്ടും എല്ലാം തന്നെ നീയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. നീ പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും നിന്റെ ശരീരത്തിൽ ഇപ്പോഴും ഹൃദയമൊക്കെ ഇടിക്കുന്നുണ്ട്. ആ ഒരു ഹൃദയവും ഈ ഒരു ശരീരവും യൂൺകാപ്പിന്റേതാണ്. ഞാൻ യൂൺകാപ്പിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ എന്റെ കൺമുമ്പിൽ തന്നെ യൂൺകാപ്പിന്റെ ബോഡി ഉണ്ടെങ്കിൽ പോലും അതിനുള്ളിലുള്ളത് ഗംഗ്ചോരയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാം. ആ ഒരു ഗംഗ്ചോരിനെ ഞാൻ ഒരുപാട് വെറുക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു ബോഡി എനിക്ക് യൂൺകാപ്പിന് തിരിച്ചു നൽകണം. അത് മാത്രമാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ യൂൺകാപ്പായിട്ട് തന്നെ പെരുമാറേണ്ടതായിട്ടുണ്ട് എന്ന രീതിക്കൊക്കെ അവളും സംസാരിച്ചിട്ട് പോകുന്നു. ആദ്യമായിട്ട് യൂറിനെ കണ്ട ആ ഒരു നിമിഷത്തെ കുറിച്ചൊക്കെ ഗംഗ്ചോരിയും ഇപ്പോൾ ഓർക്കുന്നു. യൂറിനെ പോലെ ഒരാൾ ഭൂമിയിലോ അല്ലെങ്കിൽ സ്വർഗത്തിലോ ഉണ്ടായിരുന്നില്ല. നിലവിൽ എന്റെ ശാപമെല്ലാം തന്നെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുന്ന അത്രയ്ക്ക് പരിശുദ്ധയായിരുന്നു അവൾ. ആദ്യമായിട്ട് അവള് അവനെ കണ്ട സമയത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ആയിരുന്നു അവനെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ നിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് പോകുന്നില്ല എന്ന് കൻചോരിയും സ്വയം ഓർക്കുന്നു. രാജാവും ഹെഡായിട്ടുള്ള കിമ്മിന്റെ അടുത്ത് യോൺകാപ്പ് ഇപ്പോൾ എന്ത് ചെയ്യും എന്ത് പറയുമെന്നൊന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവനെ നല്ല രീതിക്ക് തന്നെ നിരീക്ഷിക്കണമെന്നും അതുപോലെ തന്നെ അവനെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വരണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ കിമ്മും നേരെ യൂൺകാപ്പിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ടൊക്കെ നിൽക്കുകയാണ്. പക്ഷെ ഗംഗ്ചോരി നല്ല സുഖമായിട്ടൊക്കെ കിടന്നുറങ്ങുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് രാജാവ് വിളിക്കുന്നുണ്ട് എന്നൊക്കെ യൂറി പറയുന്നുണ്ടെങ്കിൽ പോലും എണീറ്റ് പോകുവാനായിട്ട് തയ്യാറാകാതെ അവനും കിടക്കയിൽ തന്നെ കിടക്കുന്നു. പക്ഷെ ഇവിടെ യൂൺകാപ്പിനെ ഒരുപാട് പേര് ബഹുമാനിക്കുന്നൊക്കെയുണ്ട്. നീയായിട്ട് യൂൺകാപ്പിന്റെ വില കളയരുതെന്ന് ഗംഗ്ചോരിയുടെ അടുത്തായിട്ട് അവൾ പറയുമ്പോഴത്തേക്കും നീ വിചാരിക്കുന്നത്ര നല്ല വ്യക്തിയൊന്നും അല്ല യൂൺകാപ്പ്. അല്ലെങ്കിൽ തന്നെ രാജാവിന് കണ്ണട വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതെന്നല്ലേ അവൻ പറഞ്ഞത്. പക്ഷെ അതൊക്കെയാണ് ശരിക്കുമുള്ള കാരണം എന്നൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവനും ഇരിക്കുന്നു. പക്ഷേ യൂൺകാപ്പ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം നിനക്കറിയാമെങ്കിൽ അത് പറയുന്ന രീതിക്ക് യൂറി പറയുമ്പോഴത്തേക്കും അത് തുറന്ന് പറയുവാനായിട്ട് അവനും മടിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് നിന്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത്? ഞാൻ ആകാശം നീല നിറത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ പോലും നീ എന്നെ വിശ്വസിക്കുവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുവാനും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കങ്ചോരി ഇരിക്കുമ്പോഴത്തേക്കും അവളും സത്യങ്ങളൊക്കെ സ്വന്തമായി തന്നെ കണ്ടെത്തുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അതുകൊണ്ട് തന്നെ അവനും പിന്നാലെ റെഡിയായൊക്കെ പോകുന്നുമുണ്ട്. ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് നിന്റെ പിന്നാലെ തന്നെ നടക്കുന്നതാണ്. പിന്നെ നീ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേൾക്കാത്തത്? എനിക്ക് ഈ ഡ്രസ്സ് പോലും ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിലും മനുഷ്യന്മാരാരെങ്കിലും ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നെങ്കിൽ പോലും അവന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ള ചിന്ത പോലും അവനുണ്ടായിരുന്നില്ല. യൂറി കൂടെ ഉള്ളത് കൊണ്ടാണ് ഇവനും ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കിമോ യൂറിനെ പറഞ്ഞയക്കുന്നു. മാത്രമല്ല പിന്നീട് അവനെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവനും യൂറിയുടെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് യൂറിയുടെ പിന്നാലെയൊക്കെ നടക്കുന്നു. പക്ഷെ അവനെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവനെ തിരിച്ചു വലിച്ചുകൊണ്ടൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനും അനങ്ങാതെയൊക്കെ നിന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രാജാവ് പറഞ്ഞ കാര്യമൊക്കെ ചെയ്യണമല്ലോ. സോ കിമ്മും കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അവനെ എടുത്തുകൊണ്ടൊക്കെ രാജാവിന്റെ മുന്നിലേക്കും കൊണ്ടുവന്ന് നിർത്തുന്നു. പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും രാജാവ് അവനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ വളരെ സീരിയസ് ആയിട്ടൊക്കെ പോകുന്ന കാഴ്ചയായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. രാജാവോ തന്നെ മൈൻഡ് ചെയ്തില്ല. എന്നാൽ പിന്നെ യൂറിയുടെ പിന്നാലെ പോയേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കങ്ചോരിയും അവൾ എവിടേക്കാണ് പോയതെന്നൊക്കെ അന്വേഷിച്ചങ്ങ് പോവുകയാണ്. ഈ ഒരു കണ്ണടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവളും ആ ഒരു പ്രേതത്തെ പിടിക്കുവാനായിട്ട് കിണറിന്റെ അടുത്തേക്ക് പോവുകയാണ്. മാത്രമല്ല എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവൾ കിണറ്റിന്റെ അകത്തേക്ക് വീഴാതിരിക്കുവാനായിട്ട് ഒരുപാട് തുണികൾ വെച്ച് അവളും സ്വയം കെട്ടുന്നൊക്കെയുണ്ട്. യൂറിയും കിണറ്റിലെ പ്രേതത്തെ പിടിക്കുവാനായിട്ട് ഒരു ട്രാപ്പ് ഒരുക്കുന്നു. ആ ഒരു ട്രാപ്പിൽ വീഴുന്ന പ്രേതവും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്.
കണ്ണു കാണാത്ത മന്ത്രവാദി രാജ്ഞിയുടെ ആഗ്രഹപ്രകാരം രാജകുമാരന്റെ മേത്തുണ്ടായിരുന്ന പ്രേതത്തെയൊക്കെ പിടിക്കുവാനായിട്ടെന്നുള്ള രീതിക്ക് കുറച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലുകയാണ്. കിണറ്റിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന പ്രേതവും യൂറിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പക്ഷെ എന്താണ് പറയുന്നതെന്ന് കേൾപ്പിക്കുന്നില്ല. അതേസമയം യൂറിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കങ്ചോരിയും. യോൺകാപ്പ് എവിടെയാണ് ഉള്ളതെന്ന് ഇതുവരെയായിട്ട് പ്രേതം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പ്രേതത്തിന്റെ അടുത്ത് യൂറി ചോദിക്കുമ്പോഴത്തേക്കും, യോൺകാപ്പ് എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ പോലും നിനക്കൊരിക്കലും അവനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. നീ എങ്ങാനും അവനെ കാണുവാനായിട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും തന്നെ മരിക്കുന്നതായിരിക്കുമെന്ന് കിണറ്റിലെ പ്രേതവും പറയുന്നു. രാജകുമാരൻ ബോധമില്ലാതെയൊക്കെ കിടക്കുകയാണ്. രാജകുമാരനെ നോക്കിക്കൊണ്ട് രാജാവും വൈഫും ആ കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ട്. യൂൺകാപ്പിന്റെ ആത്മാവിനെ 8 കാലുള്ള പ്രേതം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് യൂറിയുടെ അടുത്തും കിണറ്റിലെ പ്രേതം പറയുകയാണ്. യൂറിനെ അന്വേഷിച്ചു പോകുവാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഗംഗ്ചോരിയും ഇപ്പോൾ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നു. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ അത് 8 കാലുള്ള പ്രേതമാണെന്ന് ഗംഗ്ചോരിയും തിരിച്ചറിയുകയാണ്. രാജകുമാരനും കിടക്കയിൽ കിടന്ന് ഒരുപാട് പിടയ്ക്കുകയാണ്. അതിനുശേഷം രാജകുമാരനും കണ്ണു തുറക്കുന്നു. രാജകുമാരന്റെ ദേഹത്തുള്ളതാണ് 8 കാലുള്ള പ്രേതം. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.